21-ാം തീയതി മാർച്ചിൽ, അതായത് ഇന്ന് വന്ന ലോഡാണ് ഈ കാണുന്നത്. 21-ാം തീയതി മാർച്ചിലാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്നേക്കുന്ന കുറച്ച് റോസ്, അതേപോലെ തന്നെ കുറച്ച് സീസൺ പ്ലാന്റുകൾ, അതേപോലെ തന്നെ കുറച്ച് അല്ലറ ചില്ലറ ചെടികളെല്ലാം കൂടെ ചേർത്ത് നല്ല ഒരു വിശാലമായ ഒരു ലോഡാണ് വന്നത്. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഏതൊക്കെ ചെടികളാണ് ഇറങ്ങുന്നതെന്നൊക്കെ നമുക്ക് നോക്കി കാണാം. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പല വെറൈറ്റി വിങ്ക റോസ്, അതേപോലെ തന്നെ പെറ്റൂണിയ പ്ലാന്റ് അറിയാലോ, ഒരുപാട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന പ്ലാന്റ് ആണ്. അന്നേരം ലൈറ്റായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു വലിയ ബെഡാക്കിയിട്ടേക്കണം. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടേക്കുവാണ്, ചിലപ്പം ഹോൾസെയിലുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നുള്ളിപ്പറക്കി പ്ലാന്റ് എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കുറച്ച്, ഒരുപാടൊന്നുമില്ല, കുറച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് പെട്രിയ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 2 കളറുണ്ട് കേട്ടോ, ഈ വെള്ളയുണ്ട്, ഒരു വയലറ്റും ഉണ്ട്. അന്നേരം നന്നായിട്ട് പൂക്കുന്നൊരു പ്ലാന്റാണ്. നല്ലപോലെ ഒരു മരത്തിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കയറ്റി നല്ല അങ്ങ് വിട്ട് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല പൂക്കളായിട്ട് കിടക്കും. പെട്രിയ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇറക്കി വെച്ചേക്കുന്ന ലോഡൊക്കെ ഇറക്കി സെറ്റാക്കി കൊണ്ടിരിക്കുന്നു. പ്ലാന്റ് കണ്ടില്ലേ, നല്ല ഡാർക്ക് യെല്ലോ കളർ റോസ്, അതേപോലെ തന്നെ ഡാർക്ക് റെഡ് റോസിൻ്റെ കെയർ അറിയാമല്ലോ. ഒന്നുകൂടെ പറയാം, ഇൻഡോഫിലം 45 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ ഇടുക, നല്ലപോലെ കലക്കുക, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വെറ്റിംഗ് ഏജൻറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പ്ലാന്റ് ബോഡിയിൽ അത് പെട്ടെന്ന് നന്നായിട്ട് പിടിച്ച് നിൽക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൂ പിടിക്കാൻ വേണ്ടി DAP ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ലൈറ്റായിട്ട് കൊടുക്കുക. ഒരു 15 തരി വീതം എല്ലാ ചെടിക്കും ഫ്ലവറിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതേപോലെ തന്നെ ക്രിസാന്തിമം പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അതിനും ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരുപാട് വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ല കുറച്ച് നിൽക്കും. അതേപോലെ തന്നെ നമുക്ക് ചെറിയ കട്ടിങ്സൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലും നോക്കി ശ്രദ്ധിച്ച് വളർത്തിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. സീഡാണ് കൂടുതലും പുറന്നു വരുന്നത്. അതേപോലെ റബ്ബർ പ്ലാന്റിൻ്റെ ബ്ലാക്കിൻ്റെ തൈകളാണ്. അതേപോലെ തന്നെ നല്ല കിടിലം വെറൈറ്റി കുറച്ച് ബിഗോണിയ ഇപ്പം പോയപ്പോൾ കിട്ടി, നല്ല റേറ്റുണ്ട്. വാക്സ് ബിഗോണിയ, അതേപോലെ ഏഞ്ചൽ വിങ് ബിഗോണിയ, അങ്ങനെ കുറച്ച്, ഒരുപാടില്ല, കുറച്ച്. അതേപോലെ തന്നെ ഡയാന്തസ് ആണ് ഈ കാണുന്നത്. ഡയാന്തസിൻ്റെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നു. അപ്പോൾ ചെന്നപ്പം കിട്ടിയ കുറച്ച് നല്ല ഡയാന്തസ്. അതേപോലെ തന്നെ ഇതാണ് നമ്മൾ പ്ലാന്റ് തീർന്നു കഴിഞ്ഞാൽ അത് ഏകദേശം ഇതേപോലെ കിടക്കും. പുതിയ ലോഡ് വരുമ്പം ഇത് ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കും. പിന്നെ 1972-75 കാലത്ത് തുടങ്ങിയ നഴ്സറിയാണ്. അന്നേരം കുറേ ആളുകൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെ നമ്മളെ നഴ്സറിയിലൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നുള്ളിപ്പറക്കിയ കുറേ പ്ലാന്റ് എടുത്തുണ്ട്. പിന്നെ ദൂരെ നിന്നൊക്കെ വരുന്നവർ പറ്റുമെന്നുണ്ടെങ്കിൽ പ്ലാന്റൊക്കെ നല്ല ലോഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ട് പോകുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ എല്ലാ മാസവും 2 ലോഡ് 3 ലോഡൊക്കെ വരും. അന്നേരം വരുമ്പോൾ നല്ല ഒരു അന്തരീക്ഷമായിരിക്കും. പ്ലാന്റല്ലേ, ഒന്നുമില്ലെങ്കിലും വീടിന് ചുറ്റും നല്ല ചെടികൾ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. അന്നേരം കുറേയൊക്കെ കാണാനുണ്ട്. ഉള്ള പ്ലാന്റൊക്കെ ആവശ്യത്തിന് നുള്ളിപ്പറക്കി എടുത്തിട്ട് പോവാം. അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ കെയർ അതാണ് ബിഗോണിയ സെക്ഷനാണ് ഈ കാണുന്നത്. ബിഗോണിയ ഇപ്പം കൊണ്ടുവന്ന ബിഗോണിയ ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് കുറേ മദർ പ്ലാന്റുകളുണ്ട്. അതാണ് കണ്ടില്ലേ, മദർ പ്ലാന്റ് സെയിൽ ചെയ്യില്ല, കാര്യം അതിനകത്താണ് നമ്മൾ തൈകൾ ഉണ്ടാക്കേണ്ടത്. അന്നേരം ഇതാണ് നമ്മളുടെ പറുദീസ. അന്നേരം കണ്ടില്ലേ, അടിപൊളിയല്ലേ. അതേപോലെ ചകിരിച്ചോറ്, വളങ്ങൾ, അതേപോലെ തന്നെ വലിയ മാവ്, വലിയ ബുലോസാൻ, അതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് റെയറായിട്ട് യാദർച്ഛികമായിട്ട് പോയ വഴിക്ക് കിട്ടിയ ഒരു വേരിഗേറ്റഡ് മാവാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. ഇലയ്ക്ക് 2 നിറമുള്ള മാവ്. ഇത് സാധാരണ സീഡ്ലിങ്ങിൽ നിന്ന് കിളിച്ച് വന്ന ഒരു പ്ലാന്റിനകത്ത് കുറച്ച് പച്ചപ്പുണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഇത് സർവൈവ് ചെയ്ത് കിട്ടാം. പ്യൂർ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലോറോഫിൽ പിഗ്മെൻറ്റ് കാണില്ല. അന്നേരം അത് നശിക്കാനുള്ള സാധ്യത. ഇതിന് ചെറിയ വേരിയേഷൻ ഉണ്ടായതുകൊണ്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. ഇതിനെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്തിടാം. മാക്സിമം സർവൈവ് ചെയ്യാനായിട്ട് മാക്സിമം ഞങ്ങൾ ശ്രമിക്കും. അന്നേരം കണ്ടു. അന്നേരം എന്താണ് പ്ലാന്റൊക്കെ എടുത്ത് സെറ്റാക്കി ഇങ്ങനെ നിരത്തി വെച്ചേക്കുകയാണ്. ഭയങ്കര ഭംഗിയാണ്. ലോഡൊക്കെ ഇറക്കാനാണെങ്കിലും ഒക്കെ ഒരു ഉത്സവ പ്രതീതിയായിരിക്കും. അതേപോലെ പിന്നെന്താ പറയേണ്ടത്, പിന്നെ മെയിനായിട്ട് പൊതുവേ ഉള്ളൊരു കെയർ പറഞ്ഞു തരാം. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വള്ളി റോസിൻ്റെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഇനിയുണ്ട്. ഒരുപാട് പ്ലാന്റ് ഇല്ല, ഒരു 150-200ഓളം പ്ലാന്റ് ഇനി നമ്മളെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കാവുന്നതാണ്. വള്ളി റോസിൻ്റെ നാടൻ വെറൈറ്റിയാണ്. അന്നേരം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലൈറ്റ് ഒരു പിങ്ക് കളർ പോലെ വന്നതിന് ശേഷം ഫുള്ള് വൈറ്റായി മാറും. പെട്ടെന്ന് ലാസ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ്, നശിച്ചു പോകുന്നൊരു പ്ലാന്റ് അല്ല.
അറിയാമല്ലോ, നമ്മൾ എത്രയോ വീഡിയോയിൽ ഇട്ടിരുന്നു റെഡ് ക്ലൈമ്പിംഗ് റോസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലിനകത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വലിയൊരു ആർച്ച് പോലൊക്കെ ചെയ്തിട്ട് അതിനകത്ത് 2 പ്ലാന്റ് വീതം, അത് 2 കളർ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മൂട്ടിൽ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. 2 സൈഡിലൂടെ വളർത്തിയാൽ അടിപൊളിയായിട്ട് പൂപ്പിച്ചിടാം. 2 കൂടെ ഒരുമിച്ച് പൂത്തിറങ്ങുമ്പോൾ കാണാം, അതിമനോഹരമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണെങ്കിലും എല്ലാ കണ്ടന്റും ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ്. അതിന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക്